ഗാന്ധി ക്വിസ്. ദിമിത്രി മെൻഡലീവ് ആധുനിക പീരിയോഡിക് പട്ടിക ആവിഷ്കരിച്ചത് ഈ വർഷമായിരുന്നു. ഇതേ വർഷമാണ് മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിച്ചുള്ള സൂയിസ് കനാൽ തുറന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനിച്ചതും ഇതേ വർഷമാണ്. ഏതു വർഷം? ഉത്തരം 1869. 1497 ക്രിസ്മസ് ദിനത്തിൽ വാസ്കോഡ ഗാമ കണ്ട ദക്ഷിണാഫ്രിക്കൻ കോളനിക്ക് ക്രിസ്മസ് എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കുകൊണ്ട് നാമകരണം ചെയ്തു. ഈ കോളനിയിൽ നിന്നാണ് 1894 ഇന്ത്യക്കാർക്കു നേരെയുള്ള വർണ്ണവിവേചനത്തിനെതിരെ പോരാടുന്നതിന് ഗാന്ധിജി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപവത്കരിച്ചത്. 1920 മുതൽ ഇത് ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നേറ്റാൽ കോൺഗ്രസ്. വംശീയ വിദ്വേഷത്തിനെതിരെ ശബ്ദിക്കുവാൻ 1903 മഹാത്മാഗാന്ധിയാണ് ഈ പ്രസിദ്ധീകരണം തുടങ്ങിയത്. ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി, തമിഴ് എന്നീ 4 ഭാഷകളിൽ ഇത് പുറത്തിറങ്ങി. മൻസുഖ്ലാൽ നാസറായിരുന്നു ഇതിന്റെ ആദ്യ എഡിറ്റർ. ഏതായിരുന്നു പ്രസിദ്ധീകരണം? ഉത്തരം ദി ഇന്ത്യൻ ഒപ്പീനിയൻ. 1906 സെപ്റ്റംബർ 11 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാന്ധിജിയുടെ സമരമാർഗത്തിന് തുടക്കം. ഈ സമരത്തെ തുടർന്നായിരുന്നു 1908 ജനുവരി 10 ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഷ്ഠിച്ചത്. ഏഷ്യക്കാർക്കെതിരെയുള്ള കരിനിയമം എന്ന് വിളിക്കപ്പെട്ട നിയമ നടപടിക്കെതിരെയായിരുന്നു ആ സമരം. ഏതു നിയമമായിരുന്നു അത്? ഉത്തരം ഏഷ്യാറ്റിക് രജിസ്ട്രേഷൻ നിയമം. ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചു. 1920 ഖിലാഫത്ത്, നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടാണ് ആദ്യമെത്തിയത്. ഈ സന്ദർശനത്തിൽ ഗാന്ധിജിക്കൊപ്പം വന്ന പ്രമുഖ നേതാവ് ആരായിരുന്നു? ഉത്തരം മൗലാന ഷൗക്കത്ത് അലി. ലണ്ടനിൽ നിയമപരിശീലനം നേടിയ ഗാന്ധിജിയെ 1983 പോർബന്ദറുകാരനായ പ്രമുഖ കപ്പൽ വ്യവസായി ദക്ഷിണാഫ്രിക്കയിൽ തന്റെ കോടതി വ്യവഹാരത്തിനായി നിയമിച്ചു. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത്. ആരായിരുന്നു ആ വ്യവസായി? ഉത്തരം ദാദാ അബ്ദുള്ള. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഈ ചിത്രം ഏത്? ഉത്തരം ഗുജറാത്തിലെ രാജ്കോട്ടിലുള്ള മഹാത്മാഗാന്ധി മ്യൂസിയം. 1887 ഗാന്ധിജി മെട്രിക്കുലേഷൻ ജയിച്ച ആൽഫ്രഡ് ഹൈസ്കൂൾ അഥവാ കത്തിയവാർ ഹൈസ്കൂളാണ് 2018 സെപ്റ്റംബർ 30 മഹാത്മാഗാന്ധി മ്യൂസിയമാക്കി മാറ്റിയത്. ഗാന്ധിജി 1888 നിയമപഠനത്തിന് ഇംഗ്ലണ്ടിൽ പോയത്. ഏത് കോളേജിലാണ് അദ്ദേഹം ചേർന്നത്? ഉത്തരം ലണ്ടൻ ലോ കോളേജ്. 1893 ജൂൺ 7 അത്. ദക്ഷിണാഫ്രിക്കയിൽ പ്രിട്ടോറിയയിലേക്കുള്ള യാത്രക്കിടെ വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. ഏത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഈ സംഭവം? ഉത്തരം പീറ്റർ മാരിറ്റ്സ്ബർഗ്. ചരിത്രത്തിലെ 2 മഹാരഥന്മാർ. ഗാന്ധിജിക്കൊപ്പമുള്ള ഈ പ്രശസ്ത വ്യക്തി ആരാണ്?
ഉത്തരം ചാർലി ചാപ്ലിൻ. 1931 ലണ്ടനിലായിരുന്നു ഈ കൂടിക്കാഴ്ച. 1931 ഏതു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കുവാനും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനും തീരുമാനിച്ചത്? ഉത്തരം ഗാന്ധി ഇർവിൻ ഉടമ്പടി. 1925-29 വർഷങ്ങളിൽ നവജീവൻ മാസികയിൽ സച്ചേ പ്രയോഗ് എന്ന പേരിൽ ഗുജറാത്തി ഭാഷയിൽ ഗാന്ധിജി പ്രസിദ്ധീകരിച്ച കുറിപ്പുകളാണിത്. പിൽക്കാലത്ത് ലോകപ്രശസ്ത ഗ്രന്ഥമായി ഇത് പുറത്തു വന്നു. ഏതാണ് ആ ഗ്രന്ഥം? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ജോഹന്നാസ്ബർഗിൽ വെച്ച് ഹെൻറി പോളോക്ക് എന്ന പത്രപ്രവർത്തകൻ സമ്മാനിച്ച ജോൺ റസ്കിന്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥം ആധാരമാക്കി ഗാന്ധിജി എഴുതിയ പുസ്തകം ഏത്? ഉത്തരം സർവോദയ. എൻ്റെ തത്വശാസ്ത്രത്തിന്റെ 2 ശ്വാസകോശങ്ങളാണിവ. ഇവയില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. ഗാന്ധിജി ഇങ്ങനെ വിശേഷിപ്പിച്ച ആദർശങ്ങൾ ഏതൊക്കെ? ഉത്തരം സത്യവും അഹിംസയും. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിക്കൊപ്പം പങ്കെടുക്കുന്ന ഈ സ്വാതന്ത്ര്യ സമര നായിക ആരാണ്? ഉത്തരം സരോജിനി നായിഡു. ഇന്ത്യയുടെ ചക്രവർത്തി എന്നാണ് ഈ പുരസ്കാരത്തിന്റെ അർത്ഥം. 1900 മുതൽ 1947 വരെ ബ്രിട്ടീഷ് രാജിനു വേണ്ടി മികച്ച സേവനം ചെയ്തവർക്കാണ് ഇത് നൽകിയിരുന്നത്. ബ്രിട്ടീഷുകാർ 1915 ഈ ബഹുമതി ഗാന്ധിജിക്ക് നൽകി. എന്നാൽ 1920 അദ്ദേഹം ഇത് തിരിച്ചു കൊടുത്തു. ഏതാണ് ഈ പുരസ്കാരം? ഉത്തരം കൈസർ ഇ ഹിന്ദ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നാണ് അദ്ദേഹം ഈ പുരസ്കാരം തിരികെ നൽകിയത്. മസൂറിയിലെ ഇന്ത്യൻ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനിയും പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ ഈ വ്യക്തിയുടെ ജന്മദിനവും ഒക്ടോബർ 2 ആണ്. ആരാണിദ്ദേഹം? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ബീഹാറിലെ നേതാവായിരുന്ന രാജ്കുമാർ ശുക്ലയുടെ ക്ഷണപ്രകാരമാണ് ഗാന്ധിജി ഇവിടെ പോയത്. കർഷകരെ ചൂഷണം ചെയ്യുന്ന കാത്യ സമ്പ്രദായത്തിനെതിരെ സമരം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. സമരത്തിന്റെ തുടർച്ചയെന്നോണം ഗാന്ധിജി ഇവിടെ ഒരു സ്കൂളും തുടങ്ങി. ഏതാണ് സ്ഥലം? ഉത്തരം ചമ്പാരൻ. ഗാന്ധിജിക്കൊപ്പമുള്ള ഈ പ്രശസ്ത വ്യക്തികൾ ആരൊക്കെ? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു, പത്നി എഡ്വിന മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയുമായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. താങ്ക്സ് ഫോർ വാച്ചിങ്.